ലോകമാങ്കം ധീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടുന്നുണ്ടവിടെ എത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. സുഭാഷിതം യഹസ്കേൽ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഇങ്ങനെ അവൻ 4 പുറവും അളന്നു, വിശുദ്ധമായതും സാമാന്യമായതും തമ്മിൽ വേർതിരിപ്പാൻ തക്കവണ്ണം 500 മുഴം നീളത്തിലും 500 മുഴം വീതിയിലും ഒരു മതിൽ അതിന് ചുറ്റും ഉണ്ടായിരുന്നു. He measured it on the 4 sides. It had a wall all around, 500 cubits long and 500 wide, to separate the holy areas from the common. വിശുദ്ധ മന്ദിരം അളക്കുന്നതിനെ കുറിച്ചാണ് യഹസ്കേൽ പ്രവചനം 42-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്. മന്ദിരത്തിന്റെ എല്ലാ വശങ്ങളും അളന്നു കഴിഞ്ഞു. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന 2 സംഗതികളാണ് വിശുദ്ധവും സാമാന്യമായതും. ഇവ രണ്ടും ഒന്നിച്ചു പോകാത്തത് കൊണ്ട് അവയെ വേർതിരിക്കുവാൻ ഒരു മതിൽ കെട്ടിയിരിക്കുന്നു. ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാം. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും വിശുദ്ധരായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നു. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമായിരിക്കണം. അവിടെ ദൈവം വസിക്കുന്ന ഇടമാണ്. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരെയാണ് ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ജനവും പൊതുവായ ജനവും അവർക്ക് ദൈവം നൽകപ്പെട്ടിരിക്കുന്ന ആയുസ് തീരുന്നതുവരെ ഈ ലോകത്തിലാണ് ജീവിക്കേണ്ടത്. വിശുദ്ധരായി ജീവിക്കുവാൻ തീരുമാനിച്ചവർക്ക് നിശ്ചയമായി ഈ ലോകക്കാർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. അവരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഒന്നും വേറിട്ടതാകുന്നു. മാനസാന്തരപ്പെട്ട് കടന്നു വന്ന ജനത്തോട് പത്രോസ് വിളിച്ചു പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന്. അതിന്റെ അർത്ഥം അവർ ഈ ലോകം വിട്ടു പോകണമെന്നല്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം അവരുടെ ഹൃദയത്തിൽ വസിക്കത്തക്കവണ്ണം വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് 3 ഘടകങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ദേഹവും ദേഹിയും ആത്മാവും. ഇവ 3ഉം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ മനുഷ്യൻ ബാധ്യസ്ഥനാകുന്നു. അത് എങ്ങനെ സാധിക്കുമെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതിനുള്ള മാർഗം പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനപ്രകാരം നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ സമാധാനത്തിന്റെ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടും. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. വേർപെട്ട ജീവിതം നയിക്കുവാൻ മതിൽ കെട്ടി നമ്മെ സൂക്ഷിക്കും. ഒരു വിശുദ്ധ ജീവിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ ഇഷ്ടമാണല്ലോ ഞങ്ങളുടെ ശുദ്ധീകരണം. അവിടുന്ന് ഞങ്ങളെ വിശുദ്ധീകരണത്തിനായി വിളിച്ചിരിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലെത്തുവാൻ മതിൽ കെട്ടി ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു
പ്രാർത്ഥിപ്പാനായി ശക്തീകരി